IPL പ്ലേ ഓഫിനായിട്ടുള്ള പോരാട്ടം ശക്തമാവുകയാണ്. ടൂർണമെന്റ് പാതി വഴിയിൽ എത്തി നിൽക്കുമ്പോൾ പൂർണ്ണമായും പ്ലേ ഓഫ് ഉറപ്പിച്ച ഒരു ടീം ഇതുവരെ ഒന്നുമില്ല. ഒന്നോ രണ്ടോ ടീമുകൾക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഇനിയും സാധ്യത അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. എന്തായാലും ആവേശകരമായ അന്ത്യത്തിലേക്കാണ് 18ാം സീസൺ IPL പുരോഗമിക്കുന്നത്. ആരെ വേണമെങ്കിലും തോൽപ്പിക്കാമെന്ന പ്രവചനാതീതമായ ഒരു സാഹചര്യം പോയിന്റ് പട്ടികയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മുൻനിരയിൽ തന്നെയുള്ള ടീമുകൾക്ക് ആശ്വസിക്കാൻ വകയുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസ്, രണ്ടാമതുള്ള ഡൽഹി ക്യാപിറ്റൽസ്, മൂന്നാം സ്ഥാനത്തുള്ള RCB, നാലാമതുള്ള പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്ക് പ്ലേ ഓഫ് അതിവിദൂരമല്ല എന്ന കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. നിലവിലെ ഫോം മുന്നോട്ട് തുടരുകയാണെങ്കിൽ ഈ ടീമുകൾക്കും പ്ലേ ഓഫ് ഉറപ്പാണ്. നമുക്കെന്തായാലും നിലവിലെ പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. പറഞ്ഞു 8 കളിയിൽ നിന്ന് 6 വിജയവും 2 പരാജയവുമായി 12 പോയിന്റാണ് ഗുജറാത്ത് ടൈറ്റൻസിനുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് ഡൽഹിയാണ്. ഡൽഹി എന്തായാലും ഇത്തവണ വളരെ ശക്തമായൊരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും KL രാഹുലൊക്കെ വന്നതോടുകൂടി ടീമിനൊരു പുതിയൊരു ദിശ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഡൽഹിയും 8 കളികളിൽ 6 വിജയവും 2 പരാജയവുമായി 12 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണുള്ളത്. അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തുള്ളത് മുംബൈയാണ് എടുത്തു പറയേണ്ടത്. ആദ്യത്തെ ഒരു സമയത്ത് മുംബൈ പുറത്താകും എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകണ്ടേ തുടങ്ങും എന്നുള്ള ഒരു പതിവ് പല്ലവി ഇത്തവണയും മുംബൈ ആവർത്തിക്കുകയായിരുന്നു. മുംബൈ 9 കളിയിൽ നിന്ന് 5 വിജയവും 4 പരാജയവുമായി 10 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. തുടർച്ചയായ 4 വിജയങ്ങളാണ് മുംബൈ കഴിഞ്ഞ 4 കളിൽ നേടിയത്, തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നാലാം സ്ഥാനത്തുള്ളത് നമ്മുടെ RCB ആണ്. RCBയും 8 മത്സരങ്ങളിൽ 5 വിജയവും 3 പരാജയവുമായി 10 പോയിന്റ് ഉണ്ട്. അഞ്ചാം സ്ഥാനത്തുള്ളത് പഞ്ചാബാണ്. പഞ്ചാബും ഇതുപോലെ തന്നെ 8 കളികളിൽ 5 വിജയവും 3 പരാജയവുമായി 10 പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ 5 ടീമുകളിൽ ആരൊക്കെയായിരിക്കും പ്ലേ ഓഫിൽ കടക്കുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളൊരു കാര്യം. അതേസമയം ലക്നൗവും ഇതേപോലെ തന്നെയാണ്. 9 കളികളിൽ 5 വിജയവും 4 പരാജയവുമായി 10 പോയിന്റാണ് ലക്നൌവിനുള്ളത്. ഏഴാം സ്ഥാനത്തുള്ളത് കൊൽക്കത്തയാണ്. ഗംഭീര പ്രകടനങ്ങൾക്ക് ശേഷം കൊൽക്കത്ത താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൊൽക്കത്ത 8 മത്സരങ്ങളിൽ 3 വിജയവും 5 പരാജയവുമായി 6 പോയിന്റുമായി 7ാം സ്ഥാനത്താണുള്ളത്. 8ാം സ്ഥാനത്ത് നമ്മുടെ രാജസ്ഥാനാണ്, സഞ്ജുവിൻ്റെ രാജസ്ഥാൻ. നമുക്ക് അറിയാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ടീമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. രാജസ്ഥാൻ 8 കളികളിൽ ആകെ 2 വിജയം മാത്രമേ സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ 6 പരാജയവും 4 പോയിന്റുമായി 8ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്തുള്ളത് ഹൈദരാബാദാണ്. SRHും ഇതുപോലെ തന്നെ 8 കളികളിൽ 2 വിജയവും 6 പരാജയവുമായി 4 പോയിന്റുമായി 9ാം സ്ഥാനത്തുള്ളതാണ്. 10ാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ചെന്നൈ ഏറ്റവും പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ സ്ഥാനത്ത് ഇത്രയും പ്ലേ ഓഫിന് മുമ്പ് തന്നെ കിടക്കുന്നതെന്ന് പറയുന്നത്. ചെന്നൈ 8 മത്സരങ്ങളിൽ 2 വിജയവും 6 പരാജയവുമായി 4 പോയിന്റുമായി 10ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ ഇതിൽ ആരൊക്കെയായിരിക്കും പ്ലേ ഓഫിൽ കിടക്കുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതിൻ്റെ സാധ്യതകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എങ്കിലും വരാനിരിക്കുന്ന മത്സരഫലങ്ങൾ എന്താവും നമുക്ക് കരുതി വച്ചിരിക്കുന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ടീമിൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയുവാൻ നമുക്കാവില്ല. ഡൽഹി, RCB, പഞ്ചാബ് പോലുള്ള ടീമുകൾക്ക് കിട്ടാക്കനിയാണ് IPL കിരീടം. അതിനായി ഏതറ്റം വരെയും പോരാടുവാൻ അവർ തയ്യാറാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പോയിന്റ് പട്ടികയിൽ വലിയ രീതിയിൽ ശരിവെക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഡൽഹിയോട് തോറ്റതോടെ ആശങ്കയിലാണ് ലക്നൗ ആരാധകർ. ഇനി പ്ലേ ഓഫിലേക്ക് തങ്ങൾക്ക് എത്തുവാൻ കഴിയില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ സീസണിലെ ആദ്യ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പോയിന്റ് പട്ടികയിൽ നല്ല സ്ഥാനത്തായിരുന്നു ലക്നൗ ഉണ്ടായിരുന്നത്. എന്നാൽ പാതി വഴി പിന്നിട്ടപ്പോൾ 9-ൽ 5 ജയവും 4 തോൽവിയുമായി 5ാം സ്ഥാനത്താണ് അവരുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ IPLിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ സ്ഥിതിയെടുത്താൽ ഒരു 16 പോയിന്റൊക്കെ നേടുന്ന ടീം സുഖമായി പ്ലേ ഓഫിൽ കയറാറാണ് പതിവ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ലക്നൌവിന് ഇനിയുള്ള 5 മത്സരങ്ങളിൽ നിന്നായി 3 വിജയമാണ് വേണ്ടത്. നിലവിലെ ഫോം വെച്ച് ടീമിന് അത് അസാധ്യമാണെന്ന് പറയുവാൻ കഴിയില്ല. മാത്രമല്ല ഒരുപക്ഷെ 2 ജയത്തോടെ 14 പോയിന്റുകൾ നേടിയാലും മറ്റു ടീമുകളുടെ മത്സരഫലം ആശ്രയിച്ച് ലക്നൌവിന് പ്ലേ ഓഫിൽ കയറിപ്പറ്റുവാൻ കഴിയും. എന്നാൽ അത് വെറും ഒരു സാധ്യത മാത്രമാണ്. എങ്കിലും 16 പോയിന്റുകൾ നേടിയാൽ ഏറെക്കുറെ അവരുടെ പ്ലേ ഓഫ് സ്ഥാനം സുരക്ഷിതമായി മാറും. ഈ സാഹചര്യത്തിൽ 3 ജയത്തിനായി പന്തും ടീമും കിണഞ്ഞു പരിശ്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ പോയിന്റ് പട്ടികയിൽ ആദ്യ 4-ൽ ഉണ്ടായിരുന്ന ലക്നൌവിന് തിരിച്ചടിയായത് ഡൽഹിക്കെതിരായ തോൽവി മാത്രമല്ല, കുറഞ്ഞ റൺ റേറ്റ് കൂടിയാണ്. അതാണ് 4ാം സ്ഥാനത്ത് നിന്ന് അവർ താഴേക്ക് വീഴുവാൻ കാരണമായത്. ഇനിയുള്ള മത്സരങ്ങളിൽ ആ പിഴവ് നികത്തി കൂടുതൽ കരുത്തോടെ മുന്നേറിയില്ലെങ്കിൽ ടീമിനെ കന്നിക്കിരീടത്തിന് അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റു ടീമുകളുടെ കാര്യമെടുത്താൽ ഡൽഹി ക്യാപിറ്റൽസ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ ടീമുകൾക്ക് ഏറെക്കുറെ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാണ്. എന്നാൽ അവസാന നിമിഷത്തെ അത്ഭുതം മറിച്ചൊരു ഫലം തന്നാലും കുറ്റം പറയുവാൻ കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ടീമിന് കന്നിക്കിരീടമെന്ന മോഹം നടക്കാനുള്ള വലിയ സാധ്യതയാണ് തെളിയുന്നത്. അത് പഞ്ചാബാണോ, RCB ആണോ, ലക്നൗ ആണോ, ഡൽഹി ആണോ എന്ന് ഇനി അറിയേണ്ടതുള്ളൂ.